ഒരു കാലത്ത് മലയാള സിനിമയേക്കാൾ കോണ്ടന്റ് കൊണ്ട് ഞെട്ടിച്ച ഇൻഡസ്ട്രിയാണ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. നല്ല കോണ്ടന്റിന്റെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ പ്രതിഭയുടെ കാര്യത്തിൽ മലയാളത്തേക്കാൾ മികച്ച സംവിധായകർ ഇപ്പോഴും തമിഴിൽ ഉണ്ടെന്നാണ് വിശ്വാസം. അതിൽ ഒരാളാണ് ത്യാഗരാജ കുമാരരാജ. തമിഴിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനാണ് കുമാരരാജ. ആരണ്യകാന്ഡം എന്ന കുമാരരാജയുടെ ആദ്യ സിനിമ മാത്രം മതി അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുമാരരാജയുടെ രണ്ടാമത്തെ സിനിമയായ സൂപ്പർ ഡിലക്സ് എന്ന സിനിമയെക്കുറിച്ചും അതിൻ്റെ ഫിലോസഫിയെക്കുറിച്ചുമാണ്. വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് സൂപ്പർ ഡിലക്സ് പറയുന്ന ഫിലോസഫി എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ അത് ജീവിതം തന്നെയാണെന്ന് പറയേണ്ടി വരും. ജീവിതം ഫിലോസഫിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കുമാരരാജയുടെ ഫിലോസഫി ജീവിതം എന്നാണെന്നും പറയേണ്ടി വരും. എന്താണ് ജീവിതം എന്നതിൻ്റെ അല്ലെങ്കിൽ എന്താകണം ജീവിതം എന്നതിൻ്റെ രത്നച്ചുരുക്കമാണ് സൂപ്പർ ഡിലക്സ് എന്ന സിനിമ. ഒരുപാട് ഫിലോസഫിക്കൽ തിയറികളുടെ കൂടിച്ചേരൽ കൂടിയാണ് സൂപ്പർ ഡിലക്സ്. അതറിങ്, ഗയാ തിയറി, നോവ എഫക്റ്റ്, ശ്രോഡിംഗേഴ്സ് കാറ്റ് തുടങ്ങി നിരവധി തിയറികളും ഹൈപ്പോത്തിസിസും സംഗമിക്കുന്ന സിനിമയാണ് സൂപ്പർ ഡിലക്സ്. എന്താണ് യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് സിനിമ അന്വേഷിക്കുന്നത്. ജീവിതത്തിന് പുറത്തുള്ള ഒരു എൻറ്റിറ്റിയാണ് യാഥാർത്ഥ്യമെന്ന് കുമാരരാജ കരുതുന്നില്ല. ആത്മീയതയും മതവും പറയുന്ന പോലെ ഈ ലോകത്തിനും ഇവിടുത്തെ ജീവിതത്തിനും അപ്പുറമാണ് യാഥാർത്ഥ്യമെന്ന് കുമാരരാജ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ, അതായത് ഈ സമയം, നമ്മുടെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് കുമാരരാജ ഈ സിനിമയിലൂടെ അന്വേഷിക്കുന്നത്. ഈ ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന വലിയ ചോദ്യം ഒരുപക്ഷെ മനുഷ്യൻ സമൂഹമായി ജീവിക്കാൻ തുടങ്ങിയത് മുതൽ പരസ്പരം ചോദിച്ച് തുടങ്ങിയതാകും. എന്നാൽ ആ ചോദ്യത്തിന് ഇന്നും കൃത്യമായൊരു ഉത്തരമില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എന്തർത്ഥമാണ് നൽകുന്നത്, അതുതന്നെയാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്നാണ് കുമാരരാജ ഈ സിനിമയിലൂടെ പറയുന്നത്. സുനാമിയിൽ നിന്ന് തന്നെ രക്ഷിച്ച പ്രതിമയെ അർബുദം ദൈവമായി കാണുന്നതും ശില്പക്കല്ലായി കാണുന്നതും അതുകൊണ്ടാണ്. അതായത് മുൻകൂട്ടി കൽപ്പിക്കപ്പെട്ട ഒരു അർത്ഥവും ലക്ഷ്യവും ജീവിതത്തിനില്ല. എന്നാൽ അങ്ങനെയൊരു ലക്ഷ്യവും അർത്ഥവും നൽകാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വിശദമായി പറയാം. അപ്പോഫീനിയ എന്നൊരു മാനസികാവസ്ഥയുണ്ട്. ജീവിതത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതുമായ എന്തിലും ഒരു പാറ്റേൺ കണ്ടെത്തി അതിനൊരു അർത്ഥം നൽകുന്ന മാനസികാവസ്ഥയാണ് അപ്പോഫീനിയ. ഈ അവസ്ഥ ഏറിയും കുറഞ്ഞും എല്ലാ മനുഷ്യരിലും ഉണ്ട്. അത് പരിണാമപരമായി മനുഷ്യന് കിട്ടിയതാണ്. ഒരു കുറ്റിക്കാട്ടിൽ പുലിയെപ്പോലുള്ള ഒരു രൂപത്തെ കണ്ടാൽ അത് പുലിയാണെന്ന് കരുതലാണ് ആദിമകാലത്ത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യം. അഥവാ ആ രൂപം ശരിക്കും പുലി തന്നെയാണെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടുകയും അവൻ്റെ ജീവൻ നിലനിൽക്കുകയും ചെയ്യും. അതിനാൽ അത് പുലിയാണ് എന്ന ചിന്തയാണ് അവൻ്റെ തലച്ചോർ അവന് ആദ്യം നൽകുക. കുറ്റിക്കാട്ടിലെ ആ രൂപം പുലിയാണെന്ന് കരുതിയ ആളുടെ തലമുറ നിലനിന്നു. പുലിയല്ലെന്ന് കരുതിയവരുടെ തലമുറ മൺമറഞ്ഞു പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺ സീക്കിംഗ് ഇപ്പോഴും മനുഷ്യനിൽ ലീനമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ മനുഷ്യൻ ആശ്വാസത്തോടെ ജീവിച്ചു പോകുന്നത്. എന്നാൽ അത് തിരിച്ചറിയുന്നിടത്താണ് അവൻ സ്വാതന്ത്ര്യം കണ്ടെത്തുന്നത്. താൻ സുനാമിയിൽ നിന്ന് രക്ഷപ്പെട്ടത് വെറുമൊരു പ്രതിമയിൽ പിടിച്ചായിരുന്നുവെന്ന് അർബുദം തിരിച്ചറിയുന്നിടത്താണ് അയാൾ സ്വാതന്ത്ര്യം നേടുന്നത്. അതേസമയം രാസക്കുട്ടിയെ കാണാതാവുന്നത് ബോംബെയിൽ വെച്ച് താൻ തെരുവിലെ കുട്ടികളോട് ചെയ്തതിന് ദൈവം തന്നെ ശിക്ഷിച്ചതാണെന്ന് ശില്പ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവളിലെ മനുഷ്യത്വം കൂടുതൽ തെളിമയുള്ളതാകുന്നത്. പഴയ TV കാഞ്ചിയും കൂട്ടരും വലിച്ചെറിയുന്നത് കാലക്കേടുകൊണ്ട് ബെർലിൻ്റെ തലയിൽ വീണു എന്നും അതല്ല ശില്പ ശപിച്ചതുകൊണ്ടാണ് ബെർലിൻ്റെ തലയിൽ TV വീണത് എന്നും ഇത് രണ്ടും പ്രേക്ഷകന് വിശ്വസിക്കാം. പക്ഷേ പഴയ TV കാഞ്ചിയും കൂട്ടരും വലിച്ചെറിയുകയും അത് താഴെ നിന്നിരുന്ന ബെർലിൻ്റെ തലയിൽ വീഴുകയുമായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് സിനിമ പ്രേക്ഷകനോട് പറയുന്നത്. എന്നാൽ ബെർലിൻ ആ സമയം അവിടെ വന്നത് യാദൃച്ഛികമായിരുന്നുവോ? അങ്ങനെ യാദൃച്ഛികം എന്ന ഒന്നുണ്ടോ? ഇതാണ് സിനിമ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. നോവ എഫക്റ്റ് എന്നൊരു തിയറിയുണ്ട്. നോവ എന്ന നായയും അതിൻ്റെ ഉടമസ്ഥനും ഒരു രാത്രി നടക്കാനിറങ്ങുന്നു. മുന്നിൽ ഒരു മുയലിനെ കണ്ട് നായ ആ മുയലിൻ്റെ പിന്നാലെ ഓടുന്നു. ഇരുട്ടിലേക്ക് മറഞ്ഞ നായക്ക് വഴി തെറ്റുകയും നായയെ കാണാതാവുകയും ചെയ്യുന്നു. നായയെ എത്ര അന്വേഷിച്ചിട്ടും ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അയാൾ നായയെ കാണാതായതായി പരസ്യം ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയി.
ഒരു ദിവസം നായയും കൊണ്ട് ഒരു പെൺകുട്ടി അയാളുടെ വീട്ടിലെത്തുന്നു. ആ പെൺകുട്ടിയുമായുള്ള ഉടമസ്ഥൻ്റെ സൗഹൃദം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുന്നു. അങ്ങനെ ഒരു ദിവസം അവളെ കാണാൻ കാറിൽ പോകവേ ഈ ഉടമസ്ഥൻ ഒരു അപകടത്തിൽപ്പെടുന്നു. അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത അയാളുടെ തലയിൽ ട്യൂമർ ഉണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തുന്നു. എന്നാൽ നേരത്തെ കണ്ടെത്തിയതുകൊണ്ട് പേടിക്കേണ്ട എന്നും ഈ അപകടം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നുവെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ആ അപകടം കൊണ്ട് അയാളുടെ ജീവൻ രക്ഷപ്പെടുന്നു. ഈ കഥയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് അപകടം ഉണ്ടായത്? അയാളുടെ കാമുകിയെ കാണാൻ പോകുമ്പോൾ അല്ലേ? കാമുകിയെ എങ്ങനെയാണ് അയാൾ കണ്ടെത്തിയത്? കാണാതായ നോവ എന്ന നായയെ അവൾ കൊണ്ടുവന്നപ്പോൾ നോവയെ എങ്ങനെയാണ് കാണാതായത്? ഒരു മുയലിനെ കണ്ട് അതിന് പിന്നാലെ പോയപ്പോൾ. അപ്പോൾ ആ മുയൽ അന്ന് അതുവഴി വന്നില്ലായിരുന്നുവെങ്കിൽ നോവയുടെ ഉടമസ്ഥൻ ബ്രെയിൻ ട്യൂമർ വളർന്ന് ദാരുണമായി മരണപ്പെട്ടിരുന്നു. ഇതാണ് നോവ എഫക്റ്റ്. ഇത് തന്നെയാണ് സൂപ്പർ ഡിലക്സ് എന്ന സിനിമ. എന്നാൽ ഇത് പാറ്റേൺ സീക്കിംഗ് അല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. അതായത് ജീവിതത്തിന് നിശ്ചിതമായ അർത്ഥമോ ലക്ഷ്യമോ ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുവെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെ ആ പാറ്റേൺ സീക്കിംഗ് നിങ്ങൾക്ക് തുടരാം എന്നാണ് സിനിമ പറയുന്നത്. ഇത് ഈ സിനിമയിലെ ഒരു ആസ്പെക്ട് മാത്രമാണ്. ഷ്രോഡിംഗേഴ്സ് കാറ്റ്, ഫിലോസഫി ഓഫ് അദറിംഗ്, ഗെയ തിയറി തുടങ്ങി നിരവധി ആസ്പെക്റ്റ് ഇനിയുമുണ്ട്. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് കോണ്ടന്റുകളും കണ്ടു നോക്കുക. നന്ദി.